ജോളി, യാതൊരു പ്രകോപനം ഉണ്ടാകരുത്. പ്രിയപ്പെട്ടവരെ, മരണം വരെ മലങ്കരയുടെ അമൃത്ത് ഞാൻ ഉണ്ടാവുമെങ്കിലും പുതിയ പാർട്ടി ചെയർമാനായി ശ്രീ തമ്പാൻ ജോസഫിനെ നിയമിച്ച തീരുമാനം ഞാനിവിടെ അറിയിക്കുകയാണ്. മറ്റൊരു തീരുമാനം മാധ്യമലോകത്തെ അറിയിക്കാനുള്ളത്, ശ്രീ ഉമ്മച്ചന്റെ രാജിയുടെ പേരിൽ കടുത്തുരുത്തിയിൽ നടക്കാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ എന്റെ പുത്രനും മലങ്കര യുവജന ഫെഡറേഷന്റെ പുതിയ പ്രസിഡന്റുമായ ശ്രീ സേവ്യർ പോൾ മത്സരിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. സേവിച്ചൻ വേദിയിലേക്ക് വരണം. സേവിച്ചൻ. എന്റെ പേര് ഡേവിഡ് ജോൺ കൊട്ടാരത്തിൽ. നിങ്ങൾ മാധ്യമപ്രവർത്തകർക്കോ ഈ പരിപാടി ലൈവ് ടെലികാസ്റ്റ് കണ്ടുകൊണ്ടിരിക്കുന്നവർക്കോ എന്നെ മനസ്സിലായെന്ന് വരില്ല. ഞാനൊരു പാവം കോട്ടയം നസ്രാണിയാണ്. നസ്രയത്തുകാരന്റെ അനുയായി എന്ന അർത്ഥത്തിൽ എന്നെ വിശേഷിപ്പിക്കാൻ ആ പേര് തന്നെയാണ് നല്ലത്, നസ്രാണി. എനിക്ക് പറയാനുള്ളത് കൂടെ ടെലികാസ്റ്റ് ചെയ്യപ്പെട്ടാലേ ഈ ലയന പ്രഖ്യാപന നാടകം പൂർണ്ണമാണ്. എന്ത് അസംബന്ധമാണിത്? ഇയാൾ ആരെ ഇങ്ങോട്ട് ക്ഷണിച്ചത്? മിസ്റ്റർ, ഇത് പാർട്ടിയുടെ ഔദ്യോഗിക വാർത്താ സമ്മേളനമാണ്. ഇറങ്ങി പോണം നിങ്ങൾ. പാർട്ടിയുമായി ഇയാൾക്ക് എന്താ ബന്ധം? ഒരു ബന്ധവുമില്ലെന്ന് മാത്രമല്ല തമ്പാനെ, നിങ്ങളുടെ സമ്മേളനവും കലാപരിപാടികളും നടക്കുന്ന ദിവസങ്ങളിൽ കോട്ടയം ജില്ല വിട്ട് പോകുന്നവനാ ഞാൻ. നിങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ വിളിച്ചു പോകുന്ന നോൺസെൻസും അവരുടെ മുമ്പിൽ നടത്തുന്ന പൊറാട്ട നാടകവും കണ്ട് സഹിക്കാൻ വയ്യാത്തതുകൊണ്ട് ഇന്നിവിടെ വന്നത്. പക്ഷേ നിങ്ങളുടെ സംപൂജ്യരായ നേതാക്കന്മാരുടെ മുമ്പിൽ വെച്ച് ഈ മാധ്യമപ്രവർത്തകരോട് രണ്ട് വാക്ക് പറയാനാണ്. അതിനുള്ള അനുവാദം ഇവര് തന്നാ മതി. മിസ്റ്റർ ഡേവിഡ് ജോൺ കൊട്ടാരത്തിൽ, നിങ്ങൾ പറയണം, ഞങ്ങൾ കേൾക്കാൻ തയ്യാറാണ്. അതിനോട് ഒരുത്തന്റെ അനുവാദം ആവശ്യമില്ല. യു പ്രൊസീഡ് മിസ്റ്റർ ഡേവിഡ്. അയാൾ പറയട്ടെ, അയാൾക്ക് പറയാനുള്ളത് കേൾക്കട്ടെ. അധികാരം തനിക്കും തന്റെ കാലശേഷം തന്റെ പുത്രപരമ്പരകൾക്കും എന്നും ഖജനാവ് കൊള്ള ചെയ്യാനും പൊതുജനമെന്ന പാവക്കൂട്ടങ്ങളെ ഭരിച്ചും ശിക്ഷിച്ചും രസിക്കാനുമുള്ള അധികാരം. അതിനുവേണ്ടി തരാതരം കൂട്ടുചേർന്ന് ഭിന്നിച്ചും പിളർന്നും വളർന്നും രാഷ്ട്രീയ പാർട്ടികൾ എന്ന മാഫിയകൾ നടത്തുന്ന നെറികെട്ട കളികളുടെ പിന്നിലെ സത്യം അതാണ് എനിക്ക് പറയാനുള്ളത്. മിസ്റ്റർ രാജഗോപാൽ, കൊണ്ടുപോവനെ അതൊന്നും എടുത്ത് മാറ്റോ. നടക്കടാ ഇങ്ങോട്ട്. എന്താ ഇത്? മിണ്ടിപ്പോരുത്, ഇരിക്കണോ അവിടെ. നീങ്ങിക്കടാ. MC പോളിന്റെ മൂത്ത സന്തതി സേവ്യർ പോൾ തന്റെ രാഷ്ട്രീയ ഭാവിക്ക് തന്തപ്പടിയിൽ നിന്ന് അധികാരത്തിന്റെ ചെങ്കോലും കിരീടവും ഏറ്റുവാങ്ങാൻ സ്വന്തം അനുജൻ തടസ്സമാണെന്നറിയുന്നു. അനിയനെ വാടക ഗുണ്ടായ ഉപയോഗിച്ച് കൊലപ്പെടുത്തുന്നു. ബുദ്ധി സേവ്യർ പോളിന്റെ, ആസൂത്രണവും നടപ്പിലാക്കലും തമ്പാൻ ജോസഫിന്റെ. എല്ലാ സത്യങ്ങളും പറഞ്ഞ മലങ്കരയുടെ പരമാധികാരി MC പോളിന് വേറെ നിവൃത്തിയില്ലാതെ പോയി തമ്പാൻ മുന്നോട്ട് വെച്ച ലയന ഉടമ്പടിയിൽ ഒപ്പുവെക്കുകയല്ലാതെ. തമ്പാന് പാർട്ടി ചെയർമാൻഷിപ്പ്, അനുജൻ ബെന്നി പോളിന് വേണ്ടി തന്തപ്പടി നീക്കിവെച്ച കടുത്തുരുത്തി നിയോജക മണ്ഡലത്തിലെ MLA സ്ഥാനം ചേട്ടൻ സേവ്യർ. കൊലപാതക കുറ്റത്തിൽ നിന്നും നിരപരാധിയായ ഒരു പെൺകുട്ടിയെ രക്ഷിക്കാൻ വേണ്ടി ഞാനും എന്റെ സുഹൃത്തുക്കളും നടത്തിയ ഒരു അന്വേഷണമാണ് ഈ സത്യങ്ങൾ പുറത്തു കൊണ്ടുവന്നത്. അതിലെനിക്ക് നന്ദി പറയാനുള്ളത് പണത്തിന്റെ പ്രലോഭനങ്ങളിൽ വീണുപോയി എങ്കിലും മാപ്പുസാക്ഷിയാകാൻ തയ്യാറായ എന്റെ സുഹൃത്ത് SP രാജഗോപാലിനോട്. ഉത്തരവാദിത്തപ്പെട്ട ഒരു പോലീസ് ഓഫീസർ എന്ന നിലയിൽ ഞാൻ എന്റെ തൊഴിലിനെ, സർക്കാരിനെ, അതുവഴി ജനങ്ങളെ വഞ്ചിക്കുകയാണ് ചെയ്തത്. ഇന്ന് അവസാനത്തെ ഒഫീഷ്യൽ ഡ്യൂട്ടിക്ക് ശേഷം ഞാൻ രാജിവെക്കാൻ പോകുന്നു. എന്നിട്ട് അർഹിക്കുന്ന ശിക്ഷ ഏറ്റുവാങ്ങാൻ നീതിപീഠത്തിന്റെ മുന്നിലേക്ക് ഞാൻ പോകും. എന്നാ പിന്നെ ഇതുകൂടി മാധ്യമ പ്രവർത്തകർ കേൾക്കണം.
സത്യസന്ധതയോടെ യഥാർത്ഥ ജനസേവകൻ എന്ന നിലയിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ ഇനിയുള്ള എൻ്റെ ജീവിതം ഞാൻ മാറ്റിവെച്ചിരിക്കുകയാണ്. ജനങ്ങളുടെ പോക്കറ്റടിക്കുന്നവനല്ല, ജനങ്ങളുടെ രക്ഷകനാകണം പൊതുപ്രവർത്തകൻ എന്ന സത്യം ഞാൻ തിരിച്ചറിയുന്നു. വാഗമണ്ണിലും അടിമാലിയിലും വ്യാജ പട്ടയങ്ങളിലൂടെ ഞാൻ സ്വന്തമാക്കിയ മുഴുവൻ ഭൂമിയും സർക്കാരിലേക്ക് വിട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറാണ്. ആ തീരുമാനം ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. എന്റെ വർഗം നന്നാവാതെ ഈ നാട് നന്നാവില്ല. രാഷ്ട്രീയക്കാരിലെ ബഹുഭൂരിപക്ഷ എരപ്പാളികൾ നന്നായില്ലെങ്കിൽ ദൈവത്തിന് പോലും ഈ രാജ്യത്തെ രക്ഷിക്കാനാവില്ല. ഈ വാക്കുകൾ കേൾക്കുന്ന ജനങ്ങൾ, ജനപ്രതിനിധികൾ, നിയമപാലകർ, മാധ്യമപ്രവർത്തകർ എല്ലാവരോടുമായി ഞാൻ പറയുകയാണ്, ഇവർ ഈ ക്രിമിനലുകൾ ശിക്ഷിക്കപ്പെടണം. അതിന് വേണ്ടുന്ന തെളിവുകൾ, വ്യക്തവും ആധികാരികവും ശക്തവും സുദൃഢവുമായ തെളിവുകൾ ഉത്തരവാദിത്തപ്പെട്ട ആരുടെ മുന്നിലും ഹാജരാക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്, ഞാൻ സന്നദ്ധനാണ്. മറിച്ച് നിയമത്തിന്റെ നൂൽപ്പഴുതിലൂടെ ഊർന്നിറങ്ങി വീണ്ടും കഞ്ഞിപ്പശ വടിപ്പരുവമാക്കിയ ഖദറിമിട്ടുകൊണ്ട് കവലപ്രസംഗം നടത്തുകയാണെങ്കിൽ ആയുധമെടുക്കാനും ശിക്ഷ നടപ്പിലാക്കാനും ഒരു തലമുറ തെരുവിലിറങ്ങും. അവരോടൊപ്പം ഞാനും ഉണ്ടാകും. ഒഴിക്കടോ സർ. ആ താനാ ജോൺ ഒന്ന് വിളിച്ചേ. ഡേവിഡ് ക്ലബിൽ പോയിരിക്കുക. കൂട്ടുകാരുടെ എല്ലാം വക ബാച്ചിലേഴ്സ് പാർട്ടി ഉടനെ എത്തും. അങ്കിളിനൊരു ഫോൺ ഉണ്ട്. ക്ഷമിക്കണം, ഒരു നിമിഷം. ഹലോ ഹലോ. ഹാ ഈപ്പച്ചാ പറ. ജോണ്, എടോ താനൊന്ന് ഇവിടം വരെ വരണം. നമുക്കൊരിടം വരെ പോകേണ്ടി വരും. വരൂന്നല്ല, പോണം. ആലീസ് ഉവ്വ, ഡ്രൈവറെ കൂട്ടണ്ട, താൻ വണ്ടി എടുത്തിങ്ങ് പോരെ. എനിക്ക് ഓടിക്കാൻ ഒക്കെയല്ല. മനസ്സിലായി. ഇയാൾ ഇനി കഴിക്കണ്ട, ഞാനിതാ എത്തി. പപ്പാ മൈ ലിറ്റിൽ സ്വീറ്റ് ഹാർട്ട്. നോട്ട് ഫെയർ പപ്പാ. ഇവിടെ തനിച്ചിരുന്ന് പെരുമാറുകയാന്നോ? ദേ അവിടെ തിരക്കുന്നു. ഇല്ലടി മോളെ, പപ്പ ഒരു ഡ്രിങ്ക് ചുമ്മാ ഒന്ന് വാമപ്പ് ചെയ്യാൻ വേണ്ടി. ഡേവിഡിന്റെ ഫ്രണ്ട്സ് വിളിച്ച് ഭയങ്കര പ്രശ്നമാ. അവിടെ ക്ലബില് അവരുടെ ബാച്ചിലേഴ്സ് പാർട്ടി. ഞാനൊന്ന് ഡ്രോപ്പ് ഇൻ ചെയ്യണോന്ന്. മമ്മ വിടത്തില്ലാന്ന്. എന്തുവാ ചെയ്യുന്നേ? നീ ആരേലും ഫ്രണ്ട്സിനെ വിളിച്ചോണ്ട് പോയി ഒന്ന് മുഖം കാണിച്ചിട്ട് പോരെ. മമ്മ അറിയണ്ട. ഞാനൊന്ന് വെളിയിലോട്ട് പോയിട്ട് വരാം. ചുമ്മാ ജോണിന്റെ ഒപ്പം ഒരു ചെറിയ പ്രശ്നം. എന്നാ പപ്പാ? ഏയ് നത്തിങ് ബിഗ് മോളെ. ചെല്ല്. ഭാര്യയും പിള്ളേരും ഉള്ള കാര്യം ഒളിച്ചു വെച്ചൊന്നുമല്ല ഞാൻ ആലീസായിട്ട് അടുക്കുന്നത്. എല്ലാം അവൾക്കറിയായിരുന്നു. ചതിക്കാനായിരുന്നേലേ അവൾ കൺസീവ് ചെയ്തെന്ന് അറിഞ്ഞപ്പോ കൊണ്ടുപോയി അബോർട്ട് ചെയ്യിക്കാനോ ഒന്നിനും ഞാൻ നിന്നിട്ടില്ല. നല്ല രീതിയിൽ തന്നെ ഞാൻ പോറ്റുകയായിരുന്നല്ലോ. ജസ്റ്റിഫൈ ചെയ്യല്ല, നെറുകേട് തന്നെയാ. ഇപ്പൊ എന്നതാ പ്രശ്നമായേ? ഐ മീൻ, അവക്കിപ്പോ എന്നാ വേണ്ടേ? അവൾക്ക് നാളത്തെ കല്യാണം കൂടണമെന്ന്. നാളത്തെ കല്യാണം. പ്രൈമറി ക്ലാസ് തൊട്ട് ഒരുമിച്ച് വളർന്നവരാ നമ്മള്. നാളെ എന്റെ മോളുടെ കഴുത്തില് തന്റെ മോൻ മിന്നുകിട്ടുന്ന ദിവസം. ഇതിലും സന്തോഷമുള്ളൊന്നും എന്റെ ജീവിതത്തിലുണ്ടാകില്ല. അതവൾക്ക് നശിപ്പിക്കണം. കരക്കാരുടെ മുമ്പിൽ ഞാൻ മാറുന്നത് കാണണം അവൾക്ക്. നമ്മൾ അടുക്കാറായി. താൻ ടെമ്പർ ലൂസ് ചെയ്യാതെ ശരിക്കും ഡിപ്ലോമാറ്റിക്കായി ഡീൽ ചെയ്തോണം ആലീസിനെ.
മനസ്സിലാവുന്നുണ്ടല്ലോ? ഉവ്വ. ഇതാരാ? തന്റെ അളിയൻ പോള. ഇയാളിതെങ്ങനെ? ഞാനാ വിളിച്ചത്. പുള്ളി കാഞ്ഞിരപ്പള്ളിയിലുണ്ടായിരുന്നു. കാര്യങ്ങളൊക്കെ പോളിന് അറിയാമല്ലോ. ഇയാളാവുമ്പോ പൊളിറ്റീഷ്യന്റെ ഒരു ടാക്ടിക്സ് ഉപയോഗിച്ച് ആലീസിനോട് സംസാരിച്ചോളൂ. നീ ചെല്ല്, എന്നിട്ട് മയത്തി സംസാരിക്കുക. ഞാനും ജോണും വെളിയിരിക്കാം. വേണമെങ്കിൽ മാത്രം ഇടപെട്ടാൽ മതിയല്ലോ. അതെ, അതാ നല്ലത്. എന്തോ വേണം? ആനി പോയി കിടന്നുറങ്ങാൻ നോക്ക്. ചെല്ല്. നീ എന്നാ തീരുമാനിച്ചു? എന്നതാ ഇപ്പൊ തീരുമാനിക്കേണ്ടത്? യാത്രയുടെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കൊച്ചിനെയും കുട്ടി നാട് വിടാന്ന് എന്നെ കിട്ടിയല്ല. നാട് വിടാനോ? നീ എന്നതാ ഇങ്ങനെ? നോക്ക്, ചിക്മംഗ്ലൂര് ഇതിനേക്കാൾ വലിയ ബംഗ്ലാവും എസ്റ്റേറ്റുമാണ്. അത് നിന്റെ പേർക്ക് രജിസ്റ്റർ ചെയ്ത് തരാം. ആ, നാളത്തെ ചടങ്ങ് കഴിഞ്ഞാൽ ഞാൻ ഫ്രീയാ. ഇനിയിപ്പോ തനിച്ചു പോവാൻ മടിയാണേലേ ഞാനും കൂടെ വരാം. കൂടെ വരണ്ട, അത് നാണക്കേടല്ലേ ഈ പച്ചം ലാണ്ടർക്ക്. വെപ്പാട്ടിയും അതിലുണ്ടായി കൊച്ചിനെയും കൂടി നാട് കടത്താനുള്ള പ്ലാനും കൊണ്ട് വന്നേക്കുവാ. വെപ്പാട്ടിയോ? നീ തറ ഭാഷ പറയരുത് കേട്ടോ. അതല്ലോ നാട്ടുകാർ വിളിക്കുന്ന പേര്. നാട്ടുകാർ വിളിക്കട്ടെ. ഞാൻ പക്ഷെ അങ്ങനെയാണോ നിന്നെ കണ്ടിട്ടുള്ളത്? അങ്ങനെയാണോ ഞാൻ നിന്നെ ഇതുവരെ നോക്കിയിട്ടുള്ളത്? ഒളിവും മറയില്ലാതെ പറ്റില്ല, അത് നേരാ. എന്നിട്ട് തന്നെ ഇതിപ്പോ കോട്ടയം ടൗണിൽ വരെ എത്തി തുടങ്ങി. എത്തട്ടെ, അറിയട്ടെ എല്ലാവരും. എനിക്കതാ വേണ്ടത്. എന്റെ കൊച്ചിന് 4 ആളിന്റെ വെട്ടത്തിൽ നിന്ന് നിങ്ങൾ അപ്പാന്ന് വിളിക്കാൻ കഴിയണം. അതിനാ ഞാൻ ആ കല്യാണം കൂടാൻ വരുന്നേ. അതിനു പകരം കർണാടകത്തിലോ ഗോകർണത്തോ തോട്ടം എഴുതി തരാന്ന് പറഞ്ഞ ആലീസിന് അത് വേണ്ട. അപ്പൊ നിനക്ക് നാളെ വലിയ പള്ളി നടക്കുന്ന എന്റെ സാറാമോളുടെ മിന്നുകെട്ടിന് വരണം, എന്നിട്ട് അവിടെ വെച്ചിട്ട് എന്നെ നാറ്റിക്കണം, അല്ലടി? നാറുകയാണെ നമ്മൾ രണ്ടും കൂടല്ലേ? നിനക്ക് നാറുവാൻ എന്നതാടി ഉള്ളത്? 4 പേര് കേട്ടാൽ അറിയാവുന്ന എന്നെ അഡ്രസ്സാടി നിനക്ക് നഷ്ടം പറ്റാനുള്ളത്. ആ ഇല്ലാത്ത അഡ്രസ്സാണ് ഇനി എനിക്കും എന്റെ കുഞ്ഞിനും വേണ്ടത്. ഹിജായൻ അളിയനെയും കൂട്ടുകാരനെ കൂട്ടി പോവാൻ നോക്കിയേ. ഈ അറിവാണിച്ചോട് ഇനിയിപ്പൊ ഞാനും താനും കൂടെ എന്തോ പറഞ്ഞ് മനസ്സിലാക്കാനാ? ഞാനൊന്ന്